അടുത്ത മെയിൻ വാർപ്പിനുള്ള പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പിയും കാര്യങ്ങളെല്ലാം അവർ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലെല്ലാം LED വർക്കുകളാണ് വരുന്നത്. ജിപ്സം ഒന്നും ചെയ്യാത്തൊരു വീടാണ്. അങ്ങനെ നമ്മൾ പൈപ്പും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 2 AC-ക്കും അതേപോലെ വാട്ടർ ഹീറ്ററിനും അതേപോലെ 2 ബെഡ്റൂമിനും നമ്മൾ മെയിൻ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി നമ്മൾ ഷെയ്ഡിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം LED 3 വാട്ടിൻ്റെ LED ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജംഗ്ഷനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ജിപ്സവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതുപോലെ ജംഗ്ഷൻ ബോക്സുകൾ നമ്മൾ വെച്ച് ഇട്ടേക്കുന്നത്. അപ്പം സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, കിച്ചൺ, ഒരു ബെഡ്റൂം, ഇതിൻ്റെ അകത്ത് മാത്രമാണ് ഈ 3 വാട്ടിൻ്റെ LEDകൾ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് മെയിൻ ഇതിൻ്റെ അകത്ത് പോകുന്നത്. ഒറ്റ മെയിൻ മാത്രമുള്ള 2 ബെഡ്റൂമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം ഒറ്റ പൈപ്പ് വഴി നമുക്ക് 6 വയറുകൾ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം 2.5-ൻ്റെ ആയാൽ പോലും 6 വയർ അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. അതിൽ കൂടുതലൊന്നും ഒരു പൈപ്പിൽ കൂടെ വയറുകൾ പോകാത്ത രീതിയിലാണ് നമ്മൾ പൈപ്പ് ചെയ്തേക്കുന്നത് തന്നെ. അപ്പം മാക്സിമം ഭിത്തി വെട്ടി പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഈ കോൺക്രീറ്റിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് തന്നെ പൈപ്പുകൾ ഇട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കോൺക്രീറ്റിങ് കിട്ടാതെ വരും. ഇത് ഇങ്ങേ അറ്റത്ത് കാണുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ അകത്ത് 2 ലൈറ്റ് പോയിൻറ്റുകളും ഒരു AC പോയിൻറ്റുമാണ് വരുന്നത്. AC പോയിൻ്റാണ് അവിടെ ആ സൈഡിൽ കൂടെ. ഇത് കിച്ചൺ സൈഡാണ് കേട്ടോ. ഈ കിച്ചൺ സൈഡിൻ്റെ മണ്ടയിൽ കൂടെ നേരെ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്ത് വരുന്നത്. ഏതാണ്ട് ഒരു 3.5-4 പൈപ്പ് അടിപ്പിച്ചേ അവിടെ വരുന്നുള്ളൂ. അതായത് 12 മീറ്റർ, കൂടിപ്പോയി 15 മീറ്ററിനുള്ളിലാണ് അവിടുത്തെ ഒരു പൈപ്പിംഗ് വരുന്നത് തന്നെ. അതേപോലെ ഇത് കാണുന്നത് ഇവിടെ ഒരു പാർട്ടീഷൻ തിരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബീം ഇവിടെ ഇതുവഴി പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ 1 വാട്ടോ അല്ലെങ്കിൽ 2 വാട്ടിൻ്റെ LEDക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ജംഗ്ഷൻ ബോക്സുകൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. വാട്ടർ ഹൗസ് വഴിയൊക്കെ വെട്ടിയെടുക്കാതെ ഈ ബീമിൻ്റെ അകത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ അകത്തൂടെ കയ്യെ കയറ്റിയൊക്കെ ഇടുന്നത്. എന്നിട്ട് ഇത് AC-ക്ക് വേണ്ടിയിട്ടുള്ള പോയ പൈപ്പാണ്. നമ്മൾ ഇവിടെയാണ് DB വരുന്നത്, കണ്ടില്ലേ? ഈ DBക്കകത്തു നിന്നാണ് അടുത്തൊരു പൈപ്പ് നേരെ കയറി കിച്ചൻ്റെ അകത്ത് എത്തുന്നത്. കിച്ചൻ്റെ സ്വിച്ച് ബോർഡ് അവിടെയാണ് വരുന്നത്. ഒരെണ്ണം നേരെ കയറി ഈ ബെഡ്റൂമിൻ്റെ അവിടെയും അതേപോലെ ഈ വാട്ടർ ഹീറ്ററിനും അവിടെ നേരെ പോകുന്നുണ്ടല്ലേ, അവിടെ ഒരു AC-ക്കകത്ത് ഇറങ്ങിയിട്ടാണ് വാട്ടർ ഹീറ്ററിനും വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നേരെ ഇപ്പുറത്തെ 2 ബെഡ്റൂമുകളാണ് ഈ ലെഫ്റ്റും റൈറ്റും വരുന്നത്. അതിന് അവിടെ ഇറക്കിയിട്ട് അവിടുന്ന് തന്നെയാണ് 2 ബെഡ്റൂമിന് വേണ്ടിയിട്ടും അതുവഴി പോകുന്നത്. പിന്നെ ഇത് ലിവിങ് ഏരിയയും അതേപോലെ സിറ്റ് ഔട്ട് ഏരിയയാണ് ആ കാണുന്നത്. അങ്ങേ അറ്റത്തെ വരുന്നത് ബെഡ്റൂമാണ്. ടോട്ടൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പിംഗ് തന്നെയാണ് ഇട്ട് പോയേക്കുന്നത്. പിന്നെ 3 വാട്ടിൻ്റെ LEDക്ക് വേണ്ടിയിട്ട് ജംഗ്ഷൻ ബോക്സുകളും അതുപോലെ